നിങ്ങൾ ഒരു 10,000 രൂപ സൂപ്പർ മാർക്കറ്റിൽ ബില്ലാക്കി എന്ന് വെച്ചോളൂ. അത് അറിയാതെ ആയതാണ്. നിങ്ങളുടെ വയറ് കത്തുമോ കത്തില്ലേ? ഞാൻ പണക്കാരുടെ അവസ്ഥയൊന്നുമല്ല പറഞ്ഞത്, സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു കടയിൽ സാധനം വാങ്ങാൻ പോയിട്ട് വേണ്ടതും വേണ്ടാത്തതൊക്കെ എടുത്തിട്ട് 10,000 രൂപ ബില്ല് വന്നാൽ എനിക്ക് താങ്ങില്ല. ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുമില്ല, അത് വേറെ കാര്യം. അന്ന് ഇവിടെ കേരളത്തിൽ ചിലവരുടെ ആസ്തി ഈ 10,000-ൻ്റെ കൂടെ കോടി എന്ന വാക്കും കൂടി ചേർക്കണം. അതൊക്കെയാണ് അവരുടെ ആസ്തി. അപ്പൊ ഇവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും? ആരൊക്കെയാ ഈ 10,000 കോടി ഉള്ളവരെന്ന് നിങ്ങൾക്കറിയോ? അതിൽ ടോപ്പ് 10-ൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി തന്നെയാണ്. എല്ലാവർക്കും അറിയാം, വി ഗാർഡ് ഇൻഡസ്ട്രീസ്, അമ്യൂസ്മെന്റ് പാർക്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്തിനാ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 2000 കാലഘട്ടത്ത് വി ഗാർഡ് വീട്ടിൽ വെച്ചാൽ കറണ്ട് പോവില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു അതിൻ്റെ പരസ്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. എനിക്കത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ വി ഗാർഡിൻ്റെ മോട്ടർ വാങ്ങിയാൽ ഇനി വെള്ളക്ഷാമം ഉണ്ടാവില്ല എന്നുള്ളതും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അന്നത്തെ പരസ്യം ഉണ്ടായിരുന്നത്, അത് വേറെ വിഷയം. ഈ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് ഏകദേശം 11,000 കോടി രൂപയാണ് ആസ്തി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് എന്തോ വാച്ചിനോട് കുറച്ച് ക്രേസ് തോന്നിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാച്ച് നോക്കി. ഖുറാൻ പറഞ്ഞ കമ്പനിയുടെയാണ് വാച്ച് നോക്കിയത്. ഒരു ബ്ലൂ കളർ നോക്കി വെച്ചിട്ടുണ്ട്, കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുമുണ്ട്. ഞാനത് വാങ്ങാണ്ട് കാർട്ടിൽ വെക്കാൻ കാരണം ആ വാച്ചിന് 10,000 രൂപയാണ്. അപ്പോൾ ഈ 10,000 രൂപ കൊടുത്തിട്ട് ഞാൻ വാച്ച് വാങ്ങണമെന്നുള്ളത് ചിന്തിച്ചു. അടുത്ത 9ാം സ്ഥാനത്ത് നിൽക്കുന്ന മുത്തൂറ്റ് ഫാമിലി തന്നെയാണ്. ഗോൾഡ് ലോൺ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് മുത്തൂത്താണ്. മോഹൻലാലിൻ്റെ ഒരു പരസ്യമില്ലേ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ. ഇത് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു വാക്കാണ്. അത് എത്രയോ പഴയ പരസ്യമാണ്, ഇപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യണു. 16,500 കോടി രൂപയാണ് ഇവരുടെ ആസ്തി. എം ജോർജ് എന്ന വ്യക്തിയാണ് ആക്ച്വലി മുത്തൂറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് തലമുറ കൈമാറി അവരതൊരു ഫാമിലി ബിസിനസ് തന്നെ ആക്കിയിട്ടുണ്ട്. ഒരാളൊന്നുമല്ല ഇപ്പം മുത്തൂറ്റ് നോക്കുന്നത്. ഫിനാൻസ് തുടങ്ങി, ഗോൾഡ് ലോൺ തുടങ്ങി, ഇപ്പം അത് ബാങ്കിങ് സെക്ടർ വരെ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്തത് 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് SD സിബുലാൽ എന്ന വ്യക്തിയാണ്. ഇപ്പം നമ്മുടെയൊക്കെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇൻഫോസിസിൽ ജോലി കിട്ടിയാൽ അത് വലിയ ഗമയിൽ പറയും. കാരണം എങ്ങനെയായാലും ഒരു 50,000 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഇൻഫോസിസ് സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് SD സിബുലാൽ. 1980 കാലഘട്ടത്താണ് തോന്നുന്നു അദ്ദേഹം ഇൻഫോസിസ് സ്ഥാപിച്ചത്. പലരുടെയും വിചാരം അതേതോ അമേരിക്കൻ കമ്പനിയാണ് എന്നാണ്. പക്ഷെ അതൊരു മലയാളി തുടങ്ങിയതാണ്. കേരളത്തിലാണ് ആദ്യം തുടങ്ങിയത്. ഇവരുടെ ആസ്തി ഇപ്പോൾ 17,000 കോടി രൂപയാണ്. അടുത്ത 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടർ ഷംഷീർ വയലിലാണ്. ഇദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് സുപരിചിതം ഉണ്ടാവില്ല. കാരണം ഇദ്ദേഹം താമസിക്കുന്നത് UAE-യിലാണ്, മലയാളിയാണ്. നിങ്ങൾ ബുർജ് ഖലീഫ കേട്ടിട്ടില്ലേ? ദുബായിലെ ഏറ്റവും നീളം കൂടിയ ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ആ ബുർജ് ഖലീഫയും ഷംഷീറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇദ്ദേഹം തുടങ്ങിയത് ബുർജിൽ ഗ്രൂപ്പ് പറഞ്ഞ ഒരു ഹെൽത്ത് കെയർ നെറ്റ്വർക്കാണ്. എനിക്ക് തോന്നുന്നു ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ഈ ഒരു പേര് കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതൊരു മലയാളിയായ ഒരു ഡോക്ടറിന്റെ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ നെറ്റ്വർക്കാണ്. ഇദ്ദേഹവും നമ്മളെ പോലെ തന്നെ സാധാരണ MBBS കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് UAE-യിൽ പോയതാണ്. അവിടുന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങി, ഹോസ്പിറ്റൽ നെറ്റ്വർക്കിലെത്തി. ഇപ്പോൾ 17,000 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. 6ാം സ്ഥാനത്ത് നിൽക്കുന്ന TS കല്യാണരാമനാണ്. എല്ലാവർക്കും അറിയാം, പണ്ട് തൃശ്ശൂർ ഒരു സാധാരണ ഒരു തുണിക്കട തുടങ്ങി. അയാള് നല്ല പട്ടിലാണ് അത് തുടങ്ങിയത്. എന്നാൽ ഇപ്പൊ അതിനെക്കാട്ടിലും കല്യാൺ ജ്വല്ലറിയാണ് ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ്, കല്യാൺ സിൽക്സ്, റിയൽ എസ്റ്റേറ്റ്, ഡെവലപ്പേഴ്സ്, ഷോറൂം, മൈ കല്യാൺ, മിനി, ഫ്രാഞ്ചൈസി, അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സും ഉണ്ട്. ഇവരുടെ ആസ്തി എന്ന് പറയുന്നത്, TS കല്യാണരാമന്റെ ആസ്തി എന്ന് പറയുന്നത് 26,500 കോടി രൂപയാണ്. ഇവിടെ ഒരു 25,000-ന്റെ മൊബൈൽ വാങ്ങാൻ ഓരോരുത്തർ EMI-ലാണ് എടുക്കണത്. അപ്പോൾ അവിടെ 26,500 കോടി. എന്തൊരു അന്തര നോക്കൂ. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ജോയ് എന്ന വ്യക്തിയാണ്. ഈ ജോയ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കത്തില്ല.
പക്ഷെ ജോയ് ആലുക്കാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അത് അദ്ദേഹത്തിന്റെ പേരാണ്. അതൊരു മാർക്കറ്റിംഗ് ആണ്, ബ്രാൻഡിങ് ആണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിൽ എത്തിച്ചത്. ജോയ് ആലുക്കാസ് എല്ലാവർക്കും അറിയാം സ്വർണ്ണമാണ്. കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്വർണം ജോയ് ആലുക്കാസ കൊടുക്കുന്നതൊക്കെ പലരും പറയാറുണ്ട്. സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്വർണ്ണക്കടയാണ് എന്ന് പലരും പറയണ കേട്ടിട്ടുണ്ട്. ഞാനും എനിക്ക് പേഴ്സണലി സ്വർണത്തോട് ഭ്രമം കൂടുതലാണ്. ഞാൻ അത്യാവശ്യം എല്ലാ മന്ത്ലിയും സ്വർണത്തിന്റെ കോയിൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഞാനത് ഓരോ മാസം ഓരോരോ ജ്വല്ലറിന്നാണ് വാങ്ങാറ്. പക്ഷെ ജോയ് ആലുക്കാസിൽ മാത്രം ആ കോയിന്, എല്ലാത്തിനും ഒരേ കോയിൻ തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ മാത്രം കോയിലിന് എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് തോന്നി. അവര് പ്രിന്റ് ചെയ്ത സാധനത്തിലും എല്ലാത്തിലും. ജോയ് ആലുക്കാസിന്റെ ഇപ്പോഴത്തെ ആസ്തി 29,300 കോടി രൂപയാണ്. 4ാം സ്ഥാനത്ത് രവി പിള്ളയാണ്. ഈ രവി പിള്ളേനെ പേഴ്സണലി ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തി. ആ കല്യാണം ഗുരുവായൂർ മൊത്തം അലങ്കരിച്ചത് എത്രയോ കോടി രൂപയ്ക്കാണ്. അതിൽ അത്യാവശ്യം പിണറായി വിജയൻ വന്നിട്ടുണ്ടായിരുന്നു, മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ എല്ലാ കോടീശ്വരന്മാരും അന്ന് ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഗുരുവായൂരിലേക്ക് ആർക്കും കേൾക്കാൻ, അപ്പോഴാണ് ശരിക്കും രവി പിള്ളയെ പറ്റി ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത്. അദ്ദേഹം ഒരു കോടീശ്വരനാണെന്ന് അറിയാം, പക്ഷെ അതിനെക്കാട്ടിലും എത്രയോ മുകളിലാണെന്ന് അന്നാ മനസ്സിലായത്. എനിക്ക് തോന്നുന്നു രവി പിള്ളേന്റെ ഗ്രൂപ്പ്, RP ഗ്രൂപ്പ്, ഗൾഫിൽ എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റാലിറ്റി, ബിസിനസ്, അഡ്മിനിസ്ട്രേഷൻ, നെറ്റ്വർക്കിംഗ് എല്ലാം ഉണ്ട്. മെയിനായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയാണ് RP ഗ്രൂപ്പ് നോക്കുന്നത്. 31,400 കോടി രൂപയാണ് രവി പിള്ളയുടെ ആസ്തി. ഇപ്പോൾ ഒരു ദിവസം 1 കോടി വെച്ചിട്ട് എണ്ണി നോക്കിയാലും ജീവിതാവസാനം ആകുമ്പോഴേക്ക് എണ്ണിത്തീരില്ല, അത്ര ആസ്തിയായി. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്രിസ് ഗോപാലകൃഷ്ണനാണ്. ഈ പേര് നിങ്ങൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല, കാരണം ഇദ്ദേഹം മലയാളി തന്നെയാണ്. ഇപ്പോൾ ഇൻഫോസിസിന്റെ ഷെയർ ഹോൾഡറാണ്. ഇപ്പൊ കൂടുതലും AI റിസർച്ച്, ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യത്തിൽ മൂപ്പര് നന്നായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. 32,400 കോടി രൂപയാണ് ക്രിസ് ഗോപാലകൃഷ്ണന്റെ ആസ്തി. ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സണ്ണി വർക്കി എന്ന വ്യക്തിയാണ്. സണ്ണി വർക്കി വ്യക്തിയും നമുക്ക് മലയാളികൾക്ക് അത്ര സുപരിചിതനല്ല, കാരണം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ മാറ്റിയ ഒരു വ്യക്തിയാണ് സണ്ണി വർക്കി. വെളി രാജ്യത്ത് എഡ്യൂക്കേഷൻ കണ്ടുപിടിക്കണം, അവര് പിള്ളേർക്ക് ബിസിനസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള്, അങ്ങനെയുള്ള ഇതൊക്കെ ആദ്യം കൊണ്ടുവന്നത് സണ്ണി വർക്കിയാണ്. നിങ്ങൾ എത്ര പേര് ജെംസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത് കൂടുതലും GCC കൺട്രീസിലാണ് ഉള്ളത്. ഇപ്പൊ ബാംഗ്ലൂർ അംബാനിയുടെ ഒരു ബിസിനസ് സ്കൂൾ ഉണ്ട്. എൻ്റെ ഒരു കസിൻ അവിടെയാണ് പഠിക്കുന്നത്. അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ABCD അക്ഷരം ഒരു 1ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ അവനൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ് എന്നൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല. ചെറുപ്പം മുതലേ തന്നെ അവർക്ക് ബിസിനസ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെ ബിസിനസ്സിൽ വിജയിക്കാം, എങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാം, എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, എങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാം, ഇങ്ങനെയൊക്കെയാണ് ചെറുപ്പം മുതൽ തന്നെ പഠിക്കുന്നത്. അപ്പൊ അവൻ്റെ ഒരു 18 വയസ്സാകുമ്പോഴേക്കും അവൻ ഏത് ലെവലിലെത്തും? അവൻ ആരുടെ കീഴിലും താഴ്ന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. അങ്ങനത്തെ ഒരു സ്കൂളാണ് ജെംസ് സ്കൂള്. GCC കൺട്രീസിലേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഇന്ത്യയിലുണ്ടോന്ന് അറിയില്ല, എന്തായാലും കേരളത്തിലില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 33,000 കോടി രൂപയാണ്. അടുത്ത 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്ന വ്യക്തി തന്നെയാണ്, ലുലു മാളിന്റെ മുതലാളിയായ യൂസഫ് അലി, MA യൂസഫ് അലി. അദ്ദേഹത്തെ പറ്റി ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അറിവിൽ ആദ്യത്തെ ലുലു മാള് കൊച്ചിയിലാണ്, അതിനു മുമ്പും ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇപ്പോൾ ലുലു മാള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാക്കോടെ 2-3 ജില്ലയിൽ മാത്രമേ ലുലു മാൾ ഇല്ലാത്തത് ഉള്ളൂ. അദ്ദേഹത്തിന്റെ 2025 കണക്ക് പ്രകാരം ഓഡിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 50,000 കോടിയാണ്.